Hi all, today we have to discuss about the basic terms in economics. നമ്മൾ എക്കണോമിക്സിൽ ബേസിക് ടേംസ് പഠിച്ചുകൊണ്ട് വേണം ഇനിയുള്ള ക്ലാസ്സുകളിൽ തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ 10th ശേഷം ഇനി നമ്മൾ എക്കണോമിക്സ് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് കൊമേഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, 6 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അപ്പോൾ അതിൽ വരുന്ന ബേസിക് ടേംസ് പഠിച്ചുകൊണ്ട് വേണം ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ. ഇനി ഇതിൽ കേട്ട ടേംസ് ഇനി നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ എല്ലാം കേൾക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ടേംസ് ഇൻ എക്കണോമിക്സ്. ഒരു എക്കണോമിക്സിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ടേംസുകളാണുള്ളത്? ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്നാമത്തെയാണ് ഗുഡ്സ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇനി നമ്മൾ നിരന്തരം കേൾക്കും. അപ്പോൾ എന്താണ് റിസോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ്, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുഡ്സ് ഒന്നാമത്തെ ഒരു ബേസിക് ടേം ആണ് ഗുഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിക്കൽ ഓർ ടാഞ്ചിബിൾ ഒബ്ജക്ട്സ് യൂസ്ഡ് ടു സാറ്റിസ്ഫൈ പീപ്പിൾസ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. മനുഷ്യരുടെ അല്ലെങ്കിൽ ആളുകളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, കാണാനും തൊടാനും പറ്റുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ കയ്യിലുള്ള ഈ പെന്ന് ഒരു ഗുഡ്സ് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള വാച്ച് ഒരു ഗുഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് ഷെയർ തന്നിട്ടുണ്ട്, ഷൂ തന്നിട്ടുണ്ട്, ഫ്ലാഷ് ലൈറ്റ്, ഫുഡ്, ടൂത്ത് പേസ്റ്റ്, ഇങ്ങനെ എന്ത് ഐറ്റംസും നമുക്ക് കാണാനും തൊടാനും പറ്റുന്നു. അത് നമ്മളുടെ കൺസ്യൂമറുടെയോ അല്ലെങ്കിൽ കസ്റ്റമറുടെയോ സാറ്റിസ്ഫാക്ഷൻ അവിടെ പൂർത്തീകരിക്കുന്നു. ഓക്കെ ആണോ? ഇതാണ് ഈ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫിസിക്കൽ ടാഞ്ചിബിൾ ഒബ്ജക്ട്സ് യൂസ്ഡ് ടു സാറ്റിസ്ഫൈ പീപ്പിൾസ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇത് നിറവേറ്റണം. അത് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന വസ്തുക്കളെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇതാണ് ഗുഡ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് ടേം ആണ് സർവീസസ്. എന്താണ് സർവീസസ്? ഈ ഗുഡ്സിന് എന്ന പോലെ തന്നെയാണ് മീനിങ് വരുന്നത് സർവീസസിലും. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. സർവീസിന് നമുക്ക് തൊടാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇൻടാഞ്ചിബിൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇവിടെ ഉണ്ട്, ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഇതിനെ നമുക്ക് തൊടാൻ കഴിയില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് മൊബൈൽ പർച്ചേസ് ചെയ്യുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും നമ്മൾ വാങ്ങുകയാണെന്ന് വിചാരിച്ചോ, അതിന് കമ്പനി 1 വർഷത്തേക്ക് ഒരു വാറണ്ടി തരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി തരുന്നു. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രോക്കൺ ആയി കൊണ്ടുവന്നാൽ ഞങ്ങളത് നന്നാക്കി തരും, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഞങ്ങൾ പരിഹരിച്ച് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഉറപ്പിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് തരുന്നത്. ഓക്കെ, നമുക്ക് കംപ്ലൈൻറ്റ് വന്നു, ഞാനത് കടയിൽ പോയി, അത് നന്നാക്കി അവരെനിക്ക് തന്നു. ഇറ്റ്സ് എ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ എനിക്ക് തൊടാൻ പറ്റിയോ? ഇല്ല. ഇതാണ് ഇൻടാഞ്ചിബിൾ സർവീസസ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഓക്കെ, ഇതാണ് എന്താണ് സർവീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് റിപ്പയർസ്, നമുക്ക് വാഹനങ്ങൾ, എന്ത് മെഷീനറീസ് ആണെങ്കിലും ഇതൊക്കെ സർവീസ് ചെയ്യേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിച്ച് കിട്ടുന്നു. ഇറ്റ്സ് എ സർവീസസ്. ഓക്കെ, ഇനി ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഡോക്ടറെ അടുത്ത് ഒരു അസുഖമായിട്ട് പോകുന്നു. ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നു, നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരുന്നു, നമ്മൾ മരുന്ന് വാങ്ങുന്നു, അസുഖം മാറുന്നു. ഡോക്ടർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? അവിടെ സർവീസാണ്. ഇപ്പോൾ ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് കുട്ടികൾക്ക്, അല്ലേ? അതൊരു സർവീസാണ്. അതിനെ തൊടാൻ പറ്റുമോ? ഇല്ല. ഇതിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് ഒരുപാട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, അത് നമുക്കറിയാം. പിന്നെയാണ് ഇവിടെ പറയുന്നത് ലീഗൽ സർവീസസ്, അക്കൗണ്ടിങ് സർവീസസ്, ബാങ്കിങ് സർവീസസ്. ഇതൊക്കെ അവിടെ എന്താ? സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്, ബട്ട് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഫോർമാറ്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ ലബോറട്ടറി അനാലിസിസ്, ഇങ്ങനെ അറിയുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 4 എക്സാമ്പിൾസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഗുഡ്സ് എന്താണ്, സർവീസസ് എന്താണ്, ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ആണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റിസോഴ്സ് ടേം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് റിസോഴ്സ്? മറ്റൊരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതർ ഗുഡ്സ്, മറ്റു ഗുഡ്സസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസോഴ്സസ് എന്ന് പറയുന്നു. ഓക്കെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ട ടേംസ് ആണ്. ഓക്കെ, ഇതിനെയാണ് ഒരു റിസോഴ്സസിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ 5 പോയിന്റ്സ്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് മറ്റൊരു ഗുഡ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു കർഷകനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ല് അല്ലെങ്കിൽ ഗോതമ്പാണ്.
പക്ഷെ എനിക്ക് റിസോഴ്സസ് യൂസ് ചെയ്താലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. എനിക്ക് എന്താണ്, കൃഷി ചെയ്യാനുള്ള സ്ഥലം ആവശ്യമാണ്, കൃഷി ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്, സീഡ്സ് ആവശ്യമാണ്, ഓക്കെ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഞാനതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഈ ഔട്ട്പുട്ട് ആവുന്നതിന് മുമ്പ് വരെ ഞാൻ ചെയ്യുന്ന എഫോർട്ട്, അതിനെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുവരെ ഞാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ കൃഷിഭൂമിയോ അല്ലെങ്കിൽ എനിക്ക് നിലം മുഴുവൻ ഒരു എക്യുപ്മെൻറ്റ് വേണം, ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് വേണം, ട്രാക്ടർ വേണം, പിന്നെ ഞാൻ സീഡ്സ് വേണം, അതിനുള്ള ഫെർട്ടിലൈസർ വേണം. ഇതൊക്കെ റിസോഴ്സസ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ എനിക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് എൻ്റെ കൃഷിയിലൂടെ എനിക്ക് നെല്ലോ അല്ലെങ്കിൽ ഗോതമ്പോ എന്ത് കൃഷിയായാലും എനിക്ക് അതിന് ഔട്ട് കിട്ടുന്നത്. അതിനെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് ഇവിടെ പ്രൊഡക്ഷനിൽ 2 കേസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതർ ഗുഡ്സ് ആൻഡ് സർവീസസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെല്ലാം നമുക്ക് റിസോഴ്സസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ ഞാനൊരു ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ലാൻഡ് എന്ന് പറയുന്നത് റിസോഴ്സ് അല്ലേ? പിന്നെ ലാൻഡിൽ എന്താണ് അയാൾ യൂസ് ചെയ്യുന്നത്? ലാൻഡിൽ അദ്ദേഹത്തിൻ്റെ വർക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിലം ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ അല്ലേ? അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അല്ലേ ഇതെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ? മെഷീനറി അല്ലേ? ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്താണ്? റിസോഴ്സസ് അല്ലേ? പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ലേബർ അല്ലേ? അതെ, ലേബർ. ഇദ്ദേഹം വർക്ക് ചെയ്താലാണല്ലോ അവിടെ കൃഷി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റലിലൂടെ വന്നു. പിന്നെ ഓണ്ടർപ്രണർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് നടന്നാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു ഫൈനൽ ഔട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഈ റിസോഴ്സ് ഇല്ലാതെ എനിക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. ഇതിനെയാണ് നമ്മൾ റിസോഴ്സസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേംസും നിങ്ങൾക്ക് ഓക്കെയാണ്. ഇതും നമ്മൾ ഫെമിലറൈസ് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മെയിൻ ടോപ്പിക് തന്നെയാണ് ഈ റിസോഴ്സസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ. ആരാണ് കൺസ്യൂമർ, ആരാണ് കസ്റ്റമർ? നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് രണ്ടും ഒരു മീനിങ് ആണല്ലോ. ഒരാൾ തന്നെ ആവുമല്ലോ കൺസ്യൂമറും കസ്റ്റമറും. അതാവാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താണെന്നുള്ളത് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദ കസ്റ്റമർ ബൈസ് ദ പ്രോഡക്റ്റ് ബട്ട് ദ കൺസ്യൂമർ യൂസസ് ഇറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഷോപ്പ് തന്നെ എക്സാമ്പിൾ തന്നിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, കസ്റ്റമറും കൺസ്യൂമറും. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ സാധനം വാങ്ങുന്ന ആളാണ്. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫാദർ ആൻഡ് അയാളുടെ ഡോട്ടറാണ്. ഒരു കാർട്ടൂൺ പോലെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷോപ്പിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മോൾക്കൊരു കളിപ്പാട്ടം വാങ്ങി. അത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ ഫാദറാണ് അത് യൂസ് ചെയ്യുന്നത്. ഫാദർ വാങ്ങി മകൾക്ക് വേണ്ടി വാങ്ങുന്നു. അപ്പോൾ മകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരാ ഇവിടെ കൺസ്യൂമർ? യൂസ് ചെയ്യുന്ന ആളെ നമ്മൾ കൺസ്യൂമർ എന്ന് പറയും. ഓക്കെ അല്ലേ? യൂസ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും? കൺസ്യൂമർ എന്ന് പറയും. അപ്പോൾ കൺസ്യൂമർ ഇവിടെ ആരാ? ഈ കുട്ടിയല്ലേ ഇവിടെ കൺസ്യൂമർ. അപ്പോൾ യൂസ് ചെയ്യുന്ന ആള് കൺസ്യൂമർ. ഓക്കെ, ഇനി ഇത് വാങ്ങുന്ന ആള് ആരാ? കസ്റ്റമർ. ഓക്കെ ആണ്, വാങ്ങുന്ന ആൾ കസ്റ്റമറും ഇത് യൂസ് ചെയ്യുന്ന ആളാരാ? കൺസ്യൂമറും. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർക്ക് വേണമെങ്കിൽ കസ്റ്റമറും ആവാം കൺസ്യൂമറും ആവാം. ഓക്കെ അല്ലേ? ഞാനൊരു സാധനം വാങ്ങുന്നു. ഇപ്പോൾ ഞാനൊരു കഴിക്കാനൊരു കൊക്കക്കോള അല്ലെ ഫ്രൂട്ടി എന്തായാലും വെച്ച് വാങ്ങിയെന്ന് വിചാരിച്ചോ. ഞാനത് വാങ്ങുന്ന സമയത്ത് ഞാൻ കസ്റ്റമറാണ്. ഞാനത് കുടിച്ചു, ഞാൻ കൺസ്യൂമറുമാണ്. ഞാൻ തന്നെ വാങ്ങി, ഞാൻ തന്നെ അത് യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ കൺസ്യൂമറാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമറുടെ മീനിങ് പറയണത് ഇവിടെ നോക്കടാ. ദ കസ്റ്റമർ, ഈ മീനിങ് ശ്രദ്ധിക്കുക. ദ കസ്റ്റമർ ബൈസ് ദ പ്രോഡക്റ്റ്. കസ്റ്റമർ കാശ് കൊടുത്ത് സാധനം വാങ്ങുന്നു. കസ്റ്റമർ ബൈ ദ പ്രോഡക്റ്റ് ബട്ട് ദ കൺസ്യൂമർ യൂസസ് ഇറ്റ്. ഓക്കെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇയാൾ ക്യാഷ് കൊടുത്ത് ഈ സാധനം വാങ്ങി. ഓക്കെ, ഇയാൾ ക്യാഷ് കൊടുത്ത് ഈ സാധനം വാങ്ങി. പക്ഷേ ഇത് യൂസ് ചെയ്തത് മറ്റൊരാളല്ലേ. അപ്പോൾ അയാളെ കൺസ്യൂമർ എന്ന് പറയും. ഓക്കെ, സംടൈംസ് ദേ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ. ചില സമയങ്ങളിൽ ഇത് ഡിഫറെൻറ്റ് പീപ്പിൾസ് ആവാം. അതാണ് ഇവിടെ തന്നത്. ഇവിടെ കസ്റ്റമറും കൺസ്യൂമറും രണ്ടല്ലേ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ സമയത്തും കസ്റ്റമറും കൺസ്യൂമറും ഒരാളും ആവില്ല. എല്ലാ സമയത്തും കസ്റ്റമറും കൺസ്യൂമറും വ്യത്യസ്ത ആളുകളും ആവാം. അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് കൺസ്യൂമർ. ഇത് ഇനി മറക്കാൻ പാടില്ല. ആരാണ് കസ്റ്റമർ, ആരാണ് കൺസ്യൂമർ എന്നുള്ള ആ ഡൗട്ട് ഇവിടെ വെച്ച് തീരണം. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ അറിയാൻ പോകുന്ന ടോപ്പിക്കാണ് ബയ്യർ ആൻഡ് സെല്ലർ. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബയ്യർ ആൻഡ് സെല്ലർ. ബയ്യർ ആരാ? കാശ് കൊടുത്തൊരു സാധനം വാങ്ങുകയാണ്. എനിക്ക് നാളെ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു നോട്ട്ബുക്ക് വേണം. ഞാനൊരു 10-20 രൂപ കൊടുത്തൊരു നോട്ട്ബുക്ക് വാങ്ങി. ഞാൻ കാശ് കൊടുത്ത് വാങ്ങി. ഞാൻ വാങ്ങുന്ന ആളാണ്.
ഞാൻ വാങ്ങി. എ പേഴ്സൺ ഹു ബൈ ഗുഡ്സ് ഓർ സർവീസസ് ഈസ് കോൾഡ് ബയ്യർ. അപ്പോൾ കാശ് കൊടുത്ത് സാധനം വാങ്ങുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രെഡിറ്റ് പർച്ചേസ് ആവാൻ കാശ് കൊടുക്കാതെ വാങ്ങാം. അപ്പോൾ ബയ്യറും സെല്ലറും എപ്പോഴും ഒരു സെയിൽസിൽ വരുന്ന രണ്ട് എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെല്ലർ ആരാവും? സെല്ലർ ഹു സെൽസ് ഗുഡ്സ് ഓർ സർവീസസ്, വിൽക്കുന്ന ആളെ നമ്മൾ സെല്ലർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ള ഒരു പിക്ചർ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടതാണ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രൊഡ്യൂസർ, സിനിമ ഫീൽഡിലാണെങ്കിൽ പ്രൊഡ്യൂസർ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ എന്താണ് പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എ പേഴ്സൺ ഹൂ പ്രൊഡ്യൂസസ് ഓർ പ്രൊവൈഡ് സർവീസസ്, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുകയോ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആ പേഴ്സൺ ആണ് ഇവിടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫാർമർ, മാനുഫാക്ചറർ, ഡോക്ടർ, പോർട്ടർ, ഇങ്ങനെ എല്ലാ ആളുകളും ഓരോ വസ്തുക്കളാണല്ലോ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഡോക്ടർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ നേരെ മറിച്ച് ഒരു പ്രൊഡ്യൂസർ, ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞു, സർവീസ് ആണ്. സോ ഒരു വർക്കർ, സാധാരണ ഒരു കോൺട്രാക്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കർ ഉണ്ട്, അദ്ദേഹം എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? എക്യുപ്മെന്റ്സ് ആവും. ഓക്കെ, എഞ്ചിനീയർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? എക്യുപ്മെന്റ്സ് ആവും പ്രൊഡ്യൂസ് ചെയ്യുക, മെഷീനറീസ് ആവും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഗുഡ്സും സർവീസും നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഗുഡ്സ് എന്താണ്, സർവീസ് എന്നുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ മീനിങ് വരും. പക്ഷെ എന്താ വരിക, പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ്സും ആവാം സർവീസും ആവാം. അത്തരത്തിലുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾസ് നമ്മൾ തന്നിട്ടുണ്ട്. ഇവിടെ ഷെഫ് തന്നിട്ടുണ്ട്, ഡോക്ടർ തന്നിട്ടുണ്ട്, വർക്കർ തന്നിട്ടുണ്ട്, പിന്നെ ഓരോ വർക്കേഴ്സിനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രൊഡ്യൂസർ എന്നുള്ള മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, എ പേഴ്സൺ ഹു പ്രൊഡ്യൂസസ് ഗുഡ്സ് ഓർ സർവീസസ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ഗുഡ്സ് മേക്ക് ചെയ്യുകയോ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി എംപ്ലോയി പഠിക്കാനുണ്ട്, എംപ്ലോയർ പഠിക്കാനുണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ? സാലറിയോ വെയ്ജോ വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ പേഴ്സൺ ഹൂ ഈസ് വർക്കിംഗ് ഫോർ സം അതർ പേഴ്സൺ, ഒരു പേഴ്സൺ ആവണം, ഒരു വ്യക്തി ആവണം, അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് സാലറി ഓർ വേജ് ഓർ സാലറി ദിവസക്കൂലിക്കോ അല്ലെങ്കിൽ മാസ ശമ്പളത്തിനോ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിയെ നമ്മൾക്ക് എംപ്ലോയി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ധാരാളം എംപ്ലോയീസിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മീനിങ്ങും ക്ലിയർ ആണ്, ബേസിക് ടേംസ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എംപ്ലോയർ. എംപ്ലോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയർ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഒരാൾക്ക് ജോലി കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആള്, ഈ വേജോ സാലറിയോ അദ്ദേഹത്തിന് നൽകുന്ന ആള്, അയാളെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ ഹൂ എംപ്ലോയ് സംബഡി, കുറച്ച് ആളുകളെ ജോലിക്ക് വെച്ചിട്ടുള്ള ഒരാളാവണം ആര്? എംപ്ലോയർ. ഓക്കെ, ഗിവിങ് ദം എ വേജസ്, സാലറി എക്സെട്ര, അയാൾക്കുള്ള ബെനിഫിറ്റ്സ്, അയാൾക്കുള്ള റെമ്യൂണറൈസേഷൻ നമുക്ക് റെൻ്റായിട്ടോ അല്ലെങ്കിൽ വേജസ് ആയിട്ടോ സാലറി ആയിട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയർ പേഴ്സൺ ആവണം, അയാളുടെ കീഴിലായിരിക്കണം എംപ്ലോയി വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇദ്ദേഹം സാലറി ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഓക്കെ, എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ എ ആണ് ബിസിനസ് ഓണർ എന്ന് വേണേൽ പറയാം. ഈ എയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേജ് ആയിട്ടോ സാലറി ആയിട്ടോ ബി ആണ് എക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയർ എന്ന ടേമും ക്ലിയർ. ഇനി നമുക്ക് വരുന്നതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്നാണ് ഇതിന് പറയാം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും GDP-യിലെ വർധനവ് നാഷണൽ ഇൻകത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. പത്രം വായിക്കില്ലേ, നമുക്ക് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയും കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു വറീഡ് അല്ലായിരിക്കാം, പക്ഷേ ഇനി വരുന്ന നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ GDP, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം, മൊത്തം ദേശീയ വരുമാനം, നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്ന് തുടങ്ങി നിങ്ങൾ നിരവധി ടേംസ് ഇനി കേൾക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയാത്ത പോലെ നിൽക്കാൻ പാടില്ല, നമുക്ക് അറിയുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ GDP എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. എന്താ മീനിങ് നമുക്ക് നോക്കാം. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
മൊത്തം സാധന സേവനങ്ങളുടെ മോണിറ്ററി വാല്യൂ, പണ മൂല്യത്തിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്, മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്. ഓക്കെയാണ്, അതാണ് ഇവിടെ പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് എ മോണിറ്ററി മെഷർ ഓഫ് മാർക്കറ്റ് വാല്യൂ, മോണിറ്ററി മെഷർ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഫിനാൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റെൻഡഡ് ഇൻ ദ സ്പെസിഫിക് ടൈം പീരീഡ് ബൈ എ കൺട്രി. ഓക്കെ, ഒരു രാജ്യത്തിനകത്ത്, വിത്തിൻ എ കൺട്രി, ഒരു രാജ്യത്തിനകത്ത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം സാധന സേവനങ്ങളുടെ പണമൂല്യം, മോണിറ്ററി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ക്ലിയർ? ഈ GDP ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വെൽത്ത് ഇൻക്രീസ് ചെയ്യും, പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. സോ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബേസിക് ടേം ആണ് ഈ GDP എന്ന് പറയുന്നത്. GDP കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് നാഷണൽ ഇൻകത്തിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ GDPയും നാഷണൽ ഇൻകവും തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെയാണ്, ഇതാണ് ഈ ടേം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? GDP. ഇനി GDP എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബേസിക് ടേംസിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗുഡ്സ്, സർവീസ്, പിന്നെ കസ്റ്റമർ, കൺസ്യൂമർ, ബയർ, സെല്ലർ, എംപ്ലോയർ, എംപ്ലോയി, ആൻഡ് നെക്സ്റ്റ് പഠിച്ചു GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഈ വേർഡ്, ഈ ടേം ഇതേപോലെ തന്നെ പഠിച്ചോ. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. ഇനി അത് മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ടേമും ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിമാൻഡ്. ഒരു ബേസിക് എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഡിമാൻഡ്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കതിന് വേർഡ് ബൈ വേർഡിൽ അല്ലെങ്കിൽ ബൈ വേർഡിൽ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല. സോ ഇന്ന് നിങ്ങളിത് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ഡിമാൻഡ് എന്നുള്ളത്. ഓക്കെ, എല്ലാ വ്യക്തികൾക്കും ഡിമാൻഡ് ഉണ്ട്, അയാൾ ചൂസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ചോയ്സസ് ആണ് ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ മുന്നിലുള്ളത്. അപ്പോൾ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു ബൈ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് with the given prices is called demand. ഓക്കെ അല്ലേ? നമുക്ക് ആഗ്രഹമുണ്ട്, ഒരു വസ്തു നമുക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റ് എനിക്ക് സാറ്റിസ്ഫൈ ആവണം. ഞാൻ വാങ്ങുന്ന പ്രൊഡക്റ്റ് എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് എനിക്ക് സാറ്റിസ്ഫൈ ആവണം, എന്നാലേ എനിക്ക് ഒരു ഡിമാൻഡ് വെക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എക്കണോമിക്സ് ദ ഡിമാൻഡ് റെഫേഴ്സ് ടു the willingness and ability of a consumer to buy goods and services at a specific price. ഒരു സ്പെസിഫിക് പ്രൈസിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ കൺസ്യൂമർക്ക് എബിലിറ്റി ഉണ്ടാവണം, അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം, എന്നാലേ അതിനെ ഡിമാൻഡ് എന്ന് പറയുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഷോപ്പിൽ പോവാണ്, എനിക്കൊരു 2 വീലർ എടുക്കണം. 2 വീലർ എടുക്കുമ്പോൾ ധാരാളം ചോയ്സ്. എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh ആണ് എൻ്റെ ബഡ്ജറ്റ്. ഇപ്പോൾ ഞാൻ നാളെ ഒരു ഷോറൂമിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഞാനൊരു ബൈക്ക് കാണുന്നു, ഒരു ബുള്ളറ്റ് കാണുന്നു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ആണ്. അപ്പോൾ അതെനിക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ ഈ 1 lakh ആ സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് ഡിമാൻഡ് വെക്കുന്നു. ഓക്കെ, ഇനി ഇത്രയും കാശല്ല, ഇതിനേക്കാൾ കൂടുതൽ കാശാണ്, 1,50,000 ഒരു ബുള്ളറ്റിന് വില നിങ്ങൾ വിചാരിച്ചോളൂ. എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉള്ളൂ. അപ്പം എനിക്ക് എന്തില്ല, ഡിമാൻഡ് വെക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ അത്രയും കാശില്ല, ആഗ്രഹമുണ്ട്, വില്ലിങ്നെസ് ഉണ്ട്, പക്ഷെ എന്തില്ല, സർട്ടൻ പ്രൈസ് എനിക്ക് അവിടെ മുടക്കാനില്ല. പക്ഷെ ഞാൻ അതിനെ ഡിമാൻഡ് വെച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം ഒത്തുവരണം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന പ്രൈസിൽ ഞാനത് വാങ്ങാൻ വില്ലിങ് ആണോ, അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിമാൻഡ് എന്നുള്ളത് സിമ്പിൾ വേർഡ്സിൽ നമുക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പോൾ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ബൈ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് എ ഗിവൺ പ്രൈസ്, ഒരു നിശ്ചിത വിലയിലായിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇനിയാണ് നമുക്ക് അറിയേണ്ടത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കേട്ടിട്ടുണ്ടാവും, എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻപുട്ട് ഇൻ ടു ദ ഫോം ഓഫ് ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ നിന്ന് അതിനെ ഫൈനൽ ഗുഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കസ്റ്റമർക്ക് ഡയറക്റ്റ് യൂസ് ആക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഇൻപുട്ടിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പഠിക്കുന്നത്. ക്ലിയർ? ഇതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദ പ്രൊഡക്ഷൻ ടേക്സ് ഇൻപുട്ട് ആൻഡ് യൂസസ് ദം ടു ക്രിയേറ്റ് ആൻ ഔട്ട്പുട്ട്. ഓക്കെ, വിച്ച് ഈസ് ഫിറ്റ് ഫോർ കൺസംഷൻ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഈസ് ഫിറ്റ് ഫോർ കൺസംഷൻ. അത് റെഡി ടു യൂസിലേക്കായിരിക്കണം. ഓക്കെ, അത് റെഡി ടു യൂസ്, ഒരു ഫൈനൽ ഗുഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സാധനമായിരിക്കണം അത്. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആണ് തന്നിട്ടുള്ളത്.
ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മരം വേണമെന്ന് നമുക്കറിയാം. അപ്പോൾ മരം കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? ആ മരത്തിൽ നിന്ന് എങ്ങനെ, അല്ലെങ്കിൽ ഈ മുളയിൽ നിന്ന് എങ്ങനെ ഒരു നോട്ട്ബുക്കിൽ ഒരു പേപ്പറായിട്ട് വരണം എന്നുള്ളതിൻ്റെ ആ പ്രോസസ്സ് ഉണ്ട്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ, ആ സാധനമാണല്ലോ, ആ ഫൈനൽ ഗുഡ്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു A4 ഷീറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ A4 ഷീറ്റ് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങുന്നത്, എനിക്ക് റെഡി ടു യൂസാണ്, റെഡി ടു കൺസംഷൻ. സോ ഇതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ദ ഫോം ഓഫ് ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ. ഓക്കെ, എ ഗുഡ് ഓർ പ്രൊഡക്റ്റ് വിച്ച് ഹാസ് വാല്യൂ ടു ആൻ എൻഡ് യൂസർ ഓർ കസ്റ്റമർ. ഓക്കെ, അതിന് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു എൻഡ് യൂസറും ഒരു കസ്റ്റമറും അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ? ഇതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ. ഓക്കെ, റിസോഴ്സസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക, അതാണ് ഈ പ്രൊഡക്ഷനിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഫൈനൽ ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ ഔട്ട്പുട്ട്സ് ആവാം? നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വസ്തുക്കളും ഓരോ ഔട്ട്പുട്ടുകളാണ്. ഇതിനൊക്കെ പുറകിൽ ഓരോ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് പ്രോസസ്സ് നടന്നിട്ടില്ല, ഒരുപാട് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും, ഇപ്പോൾ നട്ട്, ബോൾട്ട് കാര്യങ്ങളൊക്കെ ഒരു ഗുഡാണ്, പിന്നെ എൻജിൻ പാർട്ട് ഒരു ഗുഡാണ്. ഇതെല്ലാം ഈ കൂട്ടി യോജിപ്പിച്ചാലല്ലേ നമുക്കൊരു കാറായിട്ടത് മാർക്കറ്റിൽ വരുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നടക്കും. അപ്പോൾ ഈ റിസോഴ്സസിനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് അതിനെ ഫൈനൽ റെഡി ടു യൂസിന് വേണ്ടി തയ്യാറാക്കി വെക്കുന്നു. ഇറ്റ്സ് എ പ്രോസസ്സ്. ഇതിനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. ആ ഔട്ട്പുട്ട് എന്തൊക്കെയാവാം? കാറാവാം, പിന്നെ ഹൗസ് ആവാം, ഫുഡ് ആവാം, കമ്പ്യൂട്ടേഴ്സ് ആവാം, എക്സെട്ര. നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് എലമെൻസും ആവാം, നോട്ട്ബുക്ക് ആവാം, പെന്നാവാം, ചപ്പലാവാം, അല്ലേ? നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും, കോസ്മെറ്റിക്സ്, ഇതിനൊക്കെ പുറകിൽ ഓരോ പ്രോസസ്സ് ഉണ്ട്. അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നിന്നാണ് ഇത് ഫൈനൽ ഔട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പ്രോസസ്. ഇതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇതാണ് ഈ ടേംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ചു ഗുഡ്സ് എന്താണെന്നുള്ളത് പഠിച്ചു, സർവീസ് എന്താണെന്നുള്ളത് പഠിച്ചു, ഹു ഇസ് എ ബയർ, ഹു ഇസ് എ സെല്ലർ, പിന്നെ എംപ്ലോയർ ആരാന്നുള്ളത് പഠിച്ചു, എംപ്ലോയി ആരാന്നുള്ളത് പഠിച്ചു. ക്ലിയർ? പിന്നെ നമ്മൾ പഠിച്ചു പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. ഇങ്ങനത്തെ കുറച്ച്, പിന്നെ GDP കുറിച്ച് പഠിച്ചു. ഇങ്ങനെ കുറച്ച് ബേസിക് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു എക്കണോമിക്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെവൽ എന്ന നിലയിൽ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിത് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ടേംസ് എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.